എല്ലാ കുട്ടികൾക്കും സുഭാഷാറാണ്. +2 സേ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് ഉറപ്പായിട്ടുള്ളത് തന്നു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, കുട്ടികൾ ആരുമേ നോക്കാത്തൊരു ചാപ്റ്ററാണ് അല്ലേ. ഇതൊന്നും പഠിച്ചിട്ടേ ഇല്ലെന്ന് എനിക്കറിയാം, കാരണം മനസ്സിലാവാൻ സാധ്യത കുറവായിരുന്നു. പക്ഷേ എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കി തരും എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് ഇത് തരാൻ പോകുന്നത്. പഠിച്ചോണം. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തിയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനാണ് തിരിച്ചറിയുന്നുണ്ട്. ഇവനെ നോക്കിയാൽ മതി. 5 cm/s എന്ന് കാണുമ്പോഴാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ട രീതികൾ കൂടെ ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഇത് ക്വസ്റ്റ്യൻ കണ്ട എവിടുത്തെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇത് ഡെറിവേറ്റീവ്സിലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ സെക്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ 2 നമ്പറിലെ കാണുന്നുണ്ടോ മോനെ? ഈ 2 നമ്പർ ഇവന്മാരാണ് ഇവിടുത്തെ താരങ്ങൾ കേട്ടോ. ഈ 2 നമ്പർ നമ്മൾ ഉപയോഗിക്കണം. എന്തായാലും ക്വസ്റ്റ്യൻ ഇങ്ങനെ 2 നമ്പറൊക്കെ കാണും. എന്താ നോക്കിക്കേ, ഒരു സർക്കിളിൻ്റെ റേഡിയസ് കണ്ടോ. സർക്കിളിൻ്റെ റേഡിയസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അവൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ കുളത്തിലൊക്കെ കല്ലെറിയുമ്പോൾ നമ്മൾ കാണാറുണ്ട് അല്ലേ. ആദ്യം ഒരു സർക്കിൾ നമ്മളിങ്ങനെ കുളത്തിലൂടെ കല്ലെറിയുന്നു, ഒരു സർക്കിൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അല്ലേ. ആ റേഡിയസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡ്സിലും 5 സെൻറ്റിമീറ്റർ വെച്ച് ഇങ്ങനെ കൂടുക. അപ്പോൾ അതിൻ്റെ വലിപ്പം കൂടുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടുക എന്ന് പറഞ്ഞാൽ ഏരിയ കൂടില്ല. അപ്പോൾ ഏരിയ ഏത് റേറ്റിലാണ് കൂടുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. റേഡിയസ് 5 cm/s കൂടുന്നെങ്കിൽ അതിൻ്റെ ഏരിയ എന്തുമാത്രം റേറ്റിലാണ്, ഓരോ സെക്കൻഡ്സിൽ എന്തുമാത്രം കൂടുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നവരെ മോനെ എഴുതേണ്ടത് dr/dt എന്നാണ്. ഈ പെർ സെക്കൻഡ് തന്നാൽ അതിനെഴുതുന്നത് dr/dt. ടി എന്താണ്? സമയം, സെക്കൻഡ്, അതാണ് കേട്ടോ. റേഡിയസ് അല്ലേ കൂടുന്നത്, അതാണ് dr. r എന്ന് പറഞ്ഞാൽ റേഡിയസ് = 5 cm/s. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റേഡിയസ് = 10 cm. r = 10 cm. നമുക്ക് വേണ്ടത് dA/dt മോനെ. ക്വസ്റ്റ്യൻ മാർക്ക് എന്താ? dA/dt നോക്കിക്കേ. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആരാ നോക്കിക്കേ? ഏരിയ. ഓക്കെ, ഏരിയ, അതാണ് dA. ഏരിയയുടെ A ആണ് ഇവിടെ. അപ്പോൾ കൃത്യമായല്ലോ. ഇനി തുടങ്ങാം. A = πr² എന്ന്. ഏരിയ A = πr² എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ നമ്മുടെ ഫിഗർ? സർക്കിൾ. ആരെയാണ് കണ്ടുപിടിക്കുന്നത്? ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ. വാട്ട് ഇസ് ഏരിയ ഓഫ് സർക്കിളോ? എത്ര എളുപ്പം എന്ന് പറഞ്ഞ് πr². പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ തൊട്ടൊക്കെ പഠിക്കുന്നതാണേ. അവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണേ. dA/dt നമ്മൾ dy/dx എന്നൊക്കെ പറയുന്ന പോലെ dA/dt. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പൈ അതേപോലെ എഴുതി, കോൺസ്റ്റൻ്റ് ആണ്. r² ഈസ് ഇൻ ദ ഫോം ഓഫ് x². വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് x² എത്ര മോനെ? 2x അല്ലയോ. അപ്പോൾ r² ഡെറിവേറ്റീവ് എത്ര? 2r. പക്ഷെ നിർത്തരുത്, ഇൻറ്റു ഒരാളും കൂടി എഴുതണം. ഇൻറ്റു dr/dt എന്നൂടെ ഒന്ന് എഴുതിയേക്കണം. കാരണം നമ്മൾ ആറിനെയാണ് ടി കൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് dr/dt എന്ന് എഴുതുന്നത്. ഇവിടെ നമ്മൾ x² x കൊണ്ട് തന്നെ ആയതുകൊണ്ട് എഴുതാഞ്ഞതാണ് 2x എന്ന് മതി. പക്ഷെ r² ആകുമ്പോൾ 2r എന്നോട് എഴുതിയ ശേഷം dr/dt കൂടെ എഴുതാൻ മറക്കല്ല. അതുകൊണ്ട് എഴുതി കഴിഞ്ഞ് തീർന്നു കേട്ടോ. പ്രശ്നമില്ല, തീർന്നു, എളുപ്പം തീരും. അപ്പോൾ π × 2r × dr/dt. ഓക്കെ, ഈ π എഴുതി. r² ഡെറിവേറ്റീവ് ആണ് 2r × dr/dt. π × 2 × r എത്ര മോനെ? 10 ആണ്. dr/dt എത്ര മോനെ? 5 ആണ്. ഓക്കെ, അപ്പോൾ 5 × 2 10 × 10 100. ആൻസർ 100 cm²/s. തീർന്നു കേട്ടോ. അപ്പോൾ പ്രോബ്ലം തീർന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓർക്കണം. സർക്കിള് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിലേത്. തിരിച്ചറിയാൻ ഇത്തിരി പാടാണ് കേട്ടോ. എക്സാമിന് ഷുവറാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഒന്ന് പഠിച്ചേക്കണം. മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.